ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റേഴ്സിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റേഴ്സും. പലരും നമ്മുടെ എക്സാം ടൈമിൽ നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ പോർഷൻസിന് മാത്രം ഇമ്പോർട്ടൻസ് നൽകുന്നു. എന്നാൽ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും നമുക്ക് അതുപോലെ തന്നെ മാർക്കിന് ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ ബീർ ബഹുട്ടി എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 4 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് പട്കഥയാണ്. അപ്പോൾ പട്കഥ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഇതുവരെ എഴുതി വന്ന വാർത്താലാപ് തന്നെയാണ്. പക്ഷെ അതിന് മുൻപേ കുറച്ച് ഫോർമാറ്റ് ഉണ്ട്, അതൊന്ന് നമ്മൾ കീപ്പ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സന്ദർഭം ഇതാണ്. സാഹിൽ ഓർ ബേല സ്കൂൾ ജാത്തെ സമയ ദുകാൻ മേ സ്യാഹി ഭർവാനെ കോ ജാത്തെ ഹേ. പ്രസ്തുത പാഠഭാഗ് കാ പട്കഥ തയ്യാർ കീജിയെ. പട്കഥയുടെ ഈ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഭാഗത്ത് നിന്നും പട്കഥ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇതിന് വൺ വേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചെഴുതുക. സ്ഥാന്, അപ്പോൾ ബേലയും സാഹിലും പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ഥാനം എവിടെയായിരിക്കും? ദുക്കാനാണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുന്നു സ്കൂൾ കെ പാസ് കാ ദുക്കാൻ, സ്കൂളിൻ്റെ അടുത്തുള്ള കട. ഇനി അടുത്തത് സമയ് സുബഹ് 9 ബജെ, രാവിലെ 9 മണി കേട്ടോ. അപ്പോൾ സമയം ചോദിച്ചാൽ നിങ്ങൾ ചിന്തിക്കുക സ്കൂളിൽ പോകുന്ന സമയം, അതൊരു 9-9:30 അല്ലേ, ഒരു 10 o'clock മുന്നേ ആയിട്ടുള്ളൊരു സമയം നിങ്ങളവിടെ എഴുതാം. ഇനി പാത്ര, കഥാപാത്രം ആരൊക്കെയാണ്? സാഹിൽ, ബേല ഓർ ദുക്കാൻദാർ. സാഹിലും ബേലയും ദുക്കാൻദാറും ഉണ്ട് ഈ ഒരു തിരക്കഥയിൽ അല്ലെ, സംഭാഷണത്തിൽ ആരൊക്കെ വരുന്നുണ്ട്? അവരുടെ എല്ലാവരുടെയും പേരുകൾ എഴുതണം കഥാപാത്രത്തിൽ. പാത്രോങ്കി ഉംർ, ഇനി പറയുന്നത് കഥാപാത്രത്തിൻ്റെ വയസ്സാണ്. ഇനി ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആയു എന്ന് മാത്രം എഴുതിയാലും മതി. നിങ്ങൾക്ക് കഥാപാത്രം എന്ന് എഴുതണം എന്നില്ല, ആയു വയസ്സ്. സാഹിൽ ഓർ ബേല 11 സാൽ, ദുക്കാൻദാർ ലഗ്ഭഗ് 50 സാൽ അല്ലേ, 50 വയസ്സ് തോന്നിക്കുന്ന ഒരു കടക്കാരൻ. ലഗ്ഭഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദേശം. ഇനി വേഷഭൂഷ, സ്കൂൾ വർദ്ധി, ദുക്കാൻദാർ മാമൂലി കപ്പട. കടക്കാരൻ എന്താണ്? ഒരു സാധാരണ വസ്ത്രം. സ്കൂൾ കുട്ടികളോ ഇവരെന്താണ്? സ്കൂൾ യൂണിഫോം ആണ്. രണ്ടുപേരും സ്കൂളിലേക്ക് പോകാണല്ലോ. സ്കൂൾ വർദ്ധി എന്ന് പറഞ്ഞാൽ സ്കൂൾ യൂണിഫോം ആണ്. സാഹിൽ ഓർ ബേല ദുക്കാൻ കെ സാമിനെ കടാ ഹെ, ദുക്കാൻദാർ സെ സ്യാഹി ഭർവാനെ കി തയ്യാരി മേ ഹെ അല്ലെ. രണ്ടുപേരും കടയിൽ നിൽക്കുന്നു, പുറത്ത്. രണ്ടുപേരും കടക്കാരനെ കൊണ്ട് മഷി നിറയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ എന്താ നോക്കൂ, ബേല, അപ്പോൾ സീനേക്ക് ബേല പറയുന്നു ബയ്യ ഏക് പെൻ സ്യാഹി ബദ്ദോ. ഇനി നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വാർത്താലാപ് അതുപോലെ തന്നെ നമ്മൾ ആ സംഭാഷണം എന്ന് പറയുമ്പോൾ തന്നിട്ടുള്ള സന്ദർഭത്തിന് അനുയോജിക്കുന്ന സംഭാഷണമായിരിക്കണം. എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ബേല എന്ത് പറയുന്നു? ബയ്യ ഏക് പെൻ സ്യാഹി ബർദോ, ഒരു പേന മഷി നിറയ്ക്കൂ. അപ്പോൾ ദുക്കാൻദാർ എന്ത് പറയുന്നു? മറുപടിയായിട്ട് ബേട്ട സ്യാഹി കി ബോത്തൽ അബി അബി ഖാലി ഹോ ഗയി ഹേ. ഇപ്പോഴാണ്, ഇപ്പം എന്തായിട്ടേ ഉള്ളൂ? കാലിയായിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ തീർന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാലിയാവുക എന്നതൊരു ഹിന്ദി വാക്കാണ്. ഹിന്ദി വാക്കിൽ നിന്നാണ് നമ്മൾ എന്ത് കുപ്പി കാലിയായി എന്നൊക്കെയുള്ള പ്രയോഗം. സാഹിൽ അബ് തോ ക്യാ കരേ. അപ്പോൾ സാഹിൽ എന്ത് ചോദിക്കുന്നു? അബ് ക്യാ കരേ അല്ലേ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബേല പറയുന്നു ലേക്കിൻ ഇസ്നെ തോ പെൻമേ ജോ സ്യാഹി തീ. അത് നമ്മൾ കുറേ ആൻസറുകളിലൊക്കെ പഠിച്ച കാര്യമാണ് അല്ലേ. ലേക്കിൻ സാഹിലിനെ പെൻമേ ജോ സ്യാഹി തീ. അപ്പം നമ്മളിവിടെ സംഭാഷണം ആയതുകൊണ്ട് സാഹിൽ എന്ന് പറയണ്ട, ഇസ്നെ ഇവൻ അല്ലേ, പേനയിൽ ഉണ്ടായിരുന്ന മഷി. ഉസേ ബി ജമീൻ പർ ചിടക് ദിയ. നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ആൻസർ നമ്മൾ ഇവിടെ എഴുതുന്നു. അവന് ആ മഷി തൂത്ത് കളഞ്ഞു. ഇനി ദുക്കാൻദാർ എന്ത് പറയുന്നു? ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹി ദുലാനാ ചാഹിയേ. അപ്പോൾ കടക്കാരൻ പറയാണ് മേഘത്തെ കണ്ടിട്ട് കുടത്തിലുള്ള വെള്ളം മറയ്ക്കത് എന്തായിരുന്നു? അപ്പോൾ ബേല ആപ്നെ സഹി കഹ, നിങ്ങൾ ശരിയാണ് പറഞ്ഞത്, ശരിയാണ്. സഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരി. ദുക്കാൻദാർ ടീക്ക് ഹേ കോൺ സേ മേ പഠ്തേ ഹോ. അതൊക്കെ ശരി, എത്രയിലാ പഠിക്കുന്നത്? അപ്പോൾ ഇവിടെ സാഹിൽ പറയുന്നു 5വീ മേ. അപ്പോൾ ദുക്കാൻദാർ ദോനോ, ദുക്കാൻദാർ എന്ത് ചോദിക്കുന്നു? രണ്ടുപേരും. ബേല പറയുന്നു ഹാജി ദോനോ, അതെ രണ്ടുപേരും. ഹം ദോനോ കാ സെക്ഷൻ ബി
ഏക് ഹി ഹെ എ. അപ്പോൾ ഇവിടെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെ എഴുതുന്നുള്ളൂ. അപ്പോഴേക്കും ബേല ചാടിക്കേറി സാഹിലിന്റെ മുന്നേ പറയുന്നു, ജി ഹാ ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ്, സെക്ഷൻ ബി ഏക് ഹെ. അതാണ് സെക്ഷൻ ഏതാണ്? എ. അപ്പോൾ അതുകൂടി പറഞ്ഞിരിക്കുന്നു. സാഹിൽ ഓർ ബേല ജൽദി സ്കൂൾ കി ഓർ ജാനെ ലഗ്തേ ഹെ. സാഹിലും ബേലയും എങ്ങോട്ട്? ജൽദി, വേഗത്തിൽ സ്കൂളിലേക്ക് മടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പടുകഥ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എന്തായാലും പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രത്യേകം പഠിച്ചിരിക്കേണ്ട കാര്യമാണ് കവി കെ മത് മേ ജാനനെ കാ മത്ലബ് ക്യാ ഹെ. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കവിതയുടെ ആശയം വളരെ ഈസി ആയിട്ട് എഴുതാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അത് കൂടാതെ 3 മാർക്കിനോ 4 മാർക്കിനോ കവിതയുടെ ആശയം ചോദിച്ചാൽ അതിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ജാനനേക്ക നോക്കൂ, മത്ലബ് ക്യാ ഹെ എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ എന്താണ്? ജാനനേക്ക മത്ലബ് ഹേ എന്ന് വെച്ചാൽ ആരുടെ മത്ലബ്? കവി കാ മത്ലബ് ഹേ ഹം കിസി വ്യക്തി കെ ഹതാശ, നിരാശ, असहायता या संकट को नहीं जानते तो हम कुछ नहीं जानते. എന്താണ് ഇവിടെ കവി പ്രത്യേകം പറയുന്നത്? ഏതെങ്കിലും അല്ലേ, കവി പറയാണ് നമുക്കൊരു വ്യക്തിയുടെ ഹതാശ, നിരാശ, അസഹായത, ദുഃഖം ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഇതാണ് കവിയുടെ അഭിപ്രായത്തിൽ അറിയുക എന്നതിൻ്റെ അർത്ഥം. ഇനി ഇതേ ഭാഗത്ത് തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി പഠിക്കുന്നുണ്ട്. റൂട്ടിഗ്രസ്ത് അർത്ഥമേ ജാനിന. ജാനിന എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. കവിയുടെ അഭിപ്രായത്തിൽ ജാനിന എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ നിരാശ, ദുഃഖം ഇതൊക്കെ അറിയണം. ഇനി നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മൾ അറിയുക എന്ന വാക്കിനെ എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ആ അർത്ഥമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ചോദ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. ജാനിന അല്ലെങ്കിൽ ജാനി എന്ന്, ജാനി പെഹച്ചാനി എന്നൊക്കെ കേൾക്കുമ്പോൾ ചാടി വീണ ആൻസർ ചെയ്യരുത്. റൂട്ടിഗ്രസ്ത് അർത്ഥമേ, ഇങ്ങനെ വൺ വേർഡ് ക്വസ്റ്റ്യനിലാണ് എപ്പോഴും അബദ്ധം പറ്റാൻ ചാൻസ്. റൂട്ടിഗ്രസ്ത് അർത്ഥമേ ജാനനേക്കാ മത്ലബ് ഹേ എന്ന് പറഞ്ഞുകൊണ്ട് 3-4 ഓപ്ഷൻസ് തന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് റൂട്ടിഗ്രസ്ത് അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരാളെ അറിയാമെന്ന് പറയുന്നത് അയാളുടെ എന്തെങ്കിലും ഒരു വേറബോട്ട്സ് അറിയുന്നതിനായിരിക്കും അല്ലേ. അയാളുടെ പേരറിയാം, അല്ലെങ്കിൽ അയാളുടെ ജോലിയെക്കുറിച്ച് അറിയാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മുൻ പരിചയം ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെ പഠിച്ചതോ വർക്ക് ചെയ്തതോ, ഇനി അതല്ലെങ്കിൽ നമ്മുടെ നെയ്ബറോ ഫാമിലിയോ അങ്ങനെ എന്തെങ്കിലും ആകുമ്പോഴാണ് നമ്മൾ പറയുക എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ അറിയുന്നതിനെയാണ് റൂട്ടിഗ്രസ്ത് അർത്ഥം എന്ന് പറയുന്നത്. നോക്കോ, किसी को जानने की हमारी रूटी का अर्थ है नाम, पते, उम्र, ओहदे या जाति के द्वारा ജാനിന. ആരെയെങ്കിലും നമ്മൾ അറിയുക എന്നതിൻ്റെ നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മൾ ഫോളോ ചെയ്തു വരുന്ന അർത്ഥം എന്ന് പറയുന്നത് ഒരാളുടെ പേര്, പത്തേ, ഉംർ, ഒഹ്ദെ യാ ജാതി സേ, ജാതി കെ ദ്വാര ജാനന. ഇതിലൂടെയൊക്കെ അറിയുന്നതിനെയാണ് നമ്മൾ ശരിക്കും അറിയുക എന്ന് പലരും പറയുന്നത്. ഇനി നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവിതയാണ് ഫസ്റ്റ് യൂണിറ്റിലെ ടൂട്ടാ പഹിയ. ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിതയുടെ ആശയം. ഹിന്ദി കെ പ്രശസ്ത പ്രയോഗവാദി കവി ധർമ്മവീർ ഭാരതി ने लिखा हुआ 7 गीत वर्ष से चुनी छोटी कविता है टूटा പഹിയ. അപ്പോൾ 7 ഗീത് വർഷ എന്ന അദ്ദേഹത്തിൻ്റെ അല്ലെ രചനയിൽ നിന്നും എടുത്ത ചെറിയൊരു കവിതയാണ് നമുക്കിവിടെ പഠിക്കാൻ തന്ന ടൂട്ടാ പഹിയ. इस कविता में टूटा पहिया आत्मकथा के रूप में हमें कुछ बात कहते हैं. ഈ കവിതയിൽ ടൂട്ടാ പഹിയ ആത്മകഥ കെ രൂപ മേ, ടൂട്ടാ പഹിയ സ്വന്തം കഥ അല്ലെ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. മഹാഭാരത യുദ്ധ കെ സമയ, എന്താണ് ഈ കവിതയിൽ പ്രത്യേകം പറയുന്നത്? മഹാഭാരത യുദ്ധത്തിൻ്റെ സമയത്ത് അഭിമന്യു കൗരവോ കെ ചക്രവ്യൂഹ കെ അന്തർ നിക്കില എന്ന് വെച്ചാൽ അഭിമന്യു കൗരവരുടെ ചക്രവ്യൂഹത്തിന് അകത്ത്, നിക്കില അകത്ത് പെട്ടു. കൗരവോ കി പരാജയ ഹുയി, കൗരവർ ആ സമയത്ത് പരാജയപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയും ജയിക്കണം എന്ന് ചിന്തിച്ച കൗരവർ എന്ത് ചെയ്തു? കൗരവോനെ യുദ്ധ നിയമോ കോ ഉല്ലംഘൻ കർക്കെ എന്ന് വെച്ചാൽ യുദ്ധ നിയമങ്ങളെ മറികടന്ന്, യുദ്ധ നിയമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് അഭിമന്യു പർ ആക്രമൺ കിയ, അഭിമന്യുവിന് നേരെ ആക്രമിക്കാൻ തുടങ്ങി.
തബ് നിഹത്തി, നിഹത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നിരായുധൻ, നിരായുധനായ അഭിമന്യു അഭിമന്യു കോ ഏക് ടൂട്ടാ पहिया ही ആശ്രയിത്ത. അങ്ങനെ അവിടെ ആയുധം നഷ്ടപ്പെട്ട അഭിമന്യുവിന് ഒരു ടൂട്ടാ പഹിയ, പൊട്ടിയ ഒരു രഥത്തിന്റെ ചക്രം മാത്രമായിരുന്നു അല്പസമയത്തേക്കെങ്കിലും അവരുമായി ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി കയ്യിൽ കിട്ടിയത്. അന്ത്മേ അഭിമന്യു മാരാകയാ, അവസാനം എന്ത് ചെയ്യുന്നു? ഇതിനിടയിൽ അഭിമന്യു മരിക്കുന്നു. ഉസ് യുദ്ധമേ കുച്ച് ദേർ കെ ലിയേ ടൂട്ടാ पहिया ही അഭിമന്യു കാ സഹാരാത്ത. സഹാര എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായം. ആ യുദ്ധത്തിൽ അല്പസമയത്തേക്കെങ്കിലും ടൂട്ടാ പഹിയ ആയിരുന്നു അഭിമന്യുവിന് സഹായം. യഹാ അഭിമന്യു ശോഷിത് ജനസാധാരൺ കാ പ്രതീക് ഹേ. ഇവിടെ പ്രത്യേകം ഈ ഒരു സെന്റൻസ് നൽകിയിരിക്കുന്നത് പലപ്പോഴും വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അഭിമന്യു കിസ്കാ പ്രതീക് ഹേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ്? യഹാ അഭിമന്യു ശോഷിത് ജനസാധാരൺ കാ. അപ്പോൾ ഒരു പക്ഷെ അവിടെ ജനത എന്നായിരിക്കും തരുന്നത് വൺ വേർഡിൽ, അല്ലെങ്കിൽ ജനസാധാരണ എന്ന് പറയും, അല്ലെങ്കിൽ ലഘുമാനവ്. അപ്പൊ ഇതിന്റെ ഒക്കെ പ്രതീകമാണ് എന്ത്? സാധാരണ ജനങ്ങളുടെ പ്രതീകമാണ് ആര്? നമ്മുടെ അഭിമന്യു. अंत में टूटा पहिया कहते हैं यदि कल സത്യ ഓർ അസത്യക്ക് ബീച്ച്. അവസാനം കവിതയുടെ അവസാനം ടൂട്ടാ പഹിയ പറയുന്നു കൽ, അല്ലെ നാളെ എന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ, ഭവിഷ്യമേ സത്യ ഓർ അസത്യക്ക് ബീച്ച്, സത്യത്തിനും അസത്യത്തിനും ഇടയിൽ ലഡ്ന ഹേ തോ. ലഡ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് യുദ്ധം ചെയ്യേണ്ടി, പോരാടേണ്ടി വരുമ്പോൾ तो क्या जाने हमें भी टूटा पहिए का सहारा न मिले. അപ്പോൾ ടൂട്ടാ പഹിയ ചോദിക്കുക, നാളെ നിങ്ങളും സത്യവും അസത്യവും തമ്മിൽ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ആര് കണ്ടു? എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്ന് ആർക്കറിയാം. ഇസ്ലിയെ സഹാര ന മിലെ ഇസ്ലിയെ ടൂട്ടേ ഹുവേ पहिए को फेंको मत. അതുകൊണ്ട് തന്നെ ടൂട്ടാ പഹിയ കവിതയിലൂടെ പറയാണ് മുझे फेंको मत, എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളും നന്നായി പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താനുള്ളതല്ല. നമുക്കൊരു 10-15 മാർക്കിനൊക്കെ ചോദ്യം വരുന്ന ഭാഗമാണ് ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചിരിക്കുക. എക്സാം നല്ല ഈസി ആയിട്ട് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.